ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വീണ്ടും പുതിയൊരു സാരി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതുപോലെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ്. ഒരു ഓഫ് വൈറ്റ് ചെക്കോട്ട സാരിയിൽ ഒരു മെറൂൺ ഷെയ്ഡിലുള്ള ഒരു വർക്ക് ക്രിസ്മസിനൊക്കെ യൂസ് ചെയ്യാവുന്ന പോലത്തെ ആ ഒരു കളർ പാറ്റേണിലുള്ള ഒരു സാരിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി നേരത്തെ ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് പോലെ ക്രോസ് സ്റ്റിച്ച് ആയിട്ടുള്ള ഒരു സാരിയാണ്. അപ്പൊ ഒത്തിരി എപ്പോഴും നല്ല ഡിമാൻഡിങ് ആയിട്ടും ട്രെൻഡിങ് ആയിട്ടും ഒക്കെ ഉള്ളൊരു ഡിസൈനാണ് ക്രോസ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ 3-4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ക്രോസ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്ന വീഡിയോയും അതുപോലെ ക്രോസ് സ്റ്റിച്ച് ഡിസൈനിലുള്ള 2-3 സാരീസ് നമ്മൾ ഇതിനു മുമ്പ് ഈ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലത്തെ പുതിയൊരു ക്രോസ് സ്റ്റിച്ച് ഡിസൈനാണ് ഇന്ന് ഈ സാരി കാണിക്കുന്നത്. നമ്മൾ ക്രോസ് സ്റ്റിച്ച് സാധാരണ എംബ്രോയിഡറി പോലെ അത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ അല്ല. നമ്മൾ ചെക്കോട്ട സാരി ആയതുകൊണ്ട് നമുക്ക് ആ ചെക്കിൽ ഡയറക്റ്റ് ക്രോസ് വരയ്ക്കാം. എങ്കിലും നമ്മൾ മറ്റ് ഡിസൈൻസ് ഒക്കെ ട്രേസ് ചെയ്യുന്ന പോലെ ചുമ്മാ നമ്മൾ പേപ്പർ അടിയിൽ വെച്ച് പെട്ടെന്ന് ട്രേസ് ചെയ്യാനായിട്ട് ക്രോസ് സ്റ്റിച്ച് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. നമ്മൾ ഓരോ ചെക്സും കൗണ്ട് ചെയ്ത് അതനുസരിച്ച് ക്രോസ് ഇട്ട് ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആക്കി വേണം ക്രോസ് സ്റ്റിച്ചിന്റെ ഡിസൈൻ വരയ്ക്കാനായിട്ട്. അതുപോലെ അത് തയ്ക്കുന്നതാണെങ്കിലും മറ്റതിനേക്കാളും നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വേണം ഓരോ ക്രോസ് വീതം കംപ്ലീറ്റ് ചെയ്ത് തയ്ക്കുക. ഇച്ചിരി ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്രോസ് സ്റ്റിച്ച്. പക്ഷെ എന്നാലും ഒത്തിരി ആൾക്കാർക്കും ക്രോസ് സ്റ്റിച്ച് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാറ്റേൺ, ഒരു എംബ്രോയിഡറി പാറ്റേൺ. എൻ്റെ അടുത്ത് ക്രോസ് സ്റ്റിച്ച് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചും അതുപോലെ ക്രോസ് സ്റ്റിച്ചിന്റെ ഡിഫറെന്റ് ഡിസൈൻസ് ഒക്കെ ചോദിച്ചു ഒത്തിരി എൻക്വയറീസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ക്രോസ് സ്റ്റിച്ച് പാറ്റേൺ ആണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. സാരി കാണിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ഓർപ്പിക്കുകയാണ്. ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഇങ്ങനത്തെ വീഡിയോസും എംബ്രോയിഡറി വർക്ക്സും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് സാരി കാണാം. അപ്പൊ ഇതാണ് ഈ സാരി. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഓഫ് വൈറ്റ് കളറിലെ ചെക്കോട്ട സാരിയാണ്. അതിനകത്ത് നമ്മൾ ക്രിസ്മസ് തീംസിലൊക്കെ ഉടുക്കാവുന്ന പോലെ, അതായത് ഒരു റെഡ് അല്ല, ഇത് മെറൂൺ ഷെയ്ഡാണ്, എന്നാലും നമുക്ക് ആ ഒരു ക്രിസ്മസിനൊക്കെ ഉടുക്കാവുന്ന പോലത്തെ ഒരു കളർ കോമ്പിനേഷനാണ് നമ്മൾ ഈ ഒരു സാരിയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ക്രോസ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടൊരു ഫ്ലവർ ഡിസൈൻ, അതായത് ഒരു റോസപ്പൂവിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ ഡബിൾ ഷെയ്ഡ് കൊടുത്തിട്ടൊരു മെറൂണിൻ്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡോട് കൊടുത്തോണ്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഫ്ലവറിന് കുറച്ചുകൂടി ഒരു ഫുൾ മെറൂൺ ആയാൽ ഇതിനേക്കാളും കുറച്ചുകൂടി ഒരു ഭംഗിയാകും എന്ന് വിചാരിച്ചു നമ്മൾ അതിനകത്ത് 2 കളർ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് മെറൂണും ഡാർക്ക് മെറൂണും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്നിട്ട് ഡാർക്ക് ഗ്രീൻ കളർ യൂസ് ചെയ്ത് അതിൻ്റെ ഒരു സ്റ്റെമ്മും ലീഫും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സാരിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഡിസൈൻ തന്നെ നമ്മൾ 2 ഡയറക്ഷനിലോട്ട് നിൽക്കുന്നത് പോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ഈ സാരിയിൽ ചെയ്തിരിക്കുന്നത്. ഇത് ഇതിൻ്റെ മുന്താണി പോർഷനാണ്. മുന്താണി പോർഷനിൽ നമ്മൾ ഇതുപോലത്തെ 3 ഫ്ലവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അടുപ്പിച്ച് തന്നെ, ഒത്തിരി ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ അടുപ്പിച്ച് തന്നെ നമ്മൾ ഇതിന് മുന്താണി പോർഷനിൽ 3 ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ഇതിൻ്റെ റണ്ണിങ് പോർഷനിൽ, അതായത് ഷോൾഡർ കഴിഞ്ഞിട്ട് മുന്താണിയോട് വരുന്ന ആ ഒരു റണ്ണിങ് പോർഷനിൽ നമ്മളിതിൻ്റെ നെക്സ്റ്റ് ഫ്ലവർ, ഒരു സിംഗിൾ ഫ്ലവർ നമ്മളിതിൻ്റെ റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെ ഡിസൈൻ ഒരു ഡയറക്ഷനിലോട്ടുള്ള ഒരു സിംഗിൾ ഫ്ലവറാണ് നമ്മൾ ഈ ഒരു റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ 4 ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മുന്താണി പോർഷനിൽ കൊടുത്ത പോലെ തന്നെ 2 ഡയറക്ഷനിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന പോലെ 4 ഡിസൈൻസ് നമ്മൾ ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. 4 ഡിസൈൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഫ്രണ്ട് പോർഷൻ കവർ ചെയ്യുന്ന പോലെ തന്നെ ഡിസൈൻ ഉണ്ട്. നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു ചെസ്റ്റ് തൊട്ട് താഴോട്ട് ആ ഒരു ഫ്രണ്ടിലോട്ട് കയറി വരുന്ന ആ ഒരു ഭാഗം തൊട്ട് തന്നെ ഈ ഒരു ഡിസൈൻ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നിറഞ്ഞു തന്നെ ഫ്രണ്ട് പോർഷനിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ 2 കളർ കോമ്പിനേഷൻ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേത് കളർ വേണമെങ്കിലും ബ്ലൗസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സെയിം കളർ ബ്ലൗസ് ആണെങ്കിലും ഇതിന് യൂസ് ചെയ്താൽ സെയിം കളർ ആയിരിക്കും കൂടുതലും കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. നമുക്ക് സ്ലീവ്സിലും കൂടെ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്ത് ചെയ്യുമ്പോഴെപ്പോഴും എംബ്രോയിഡറി സാരീസിന് ഒരു ഭംഗി കിട്ടുന്നത്. എന്നാലും ഒത്തിരി പേരും ഈ പറഞ്ഞ പോലെ ഡിസൈൻ്റെ കളർ ബ്ലൗസസ് ഇടാനായിട്ട് പ്രിഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് മെറൂൺ ബ്ലൗസ് ഒക്കെ ഇട്ടാൽ ഈ ഒരു സാരി നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഒരു ക്രിസ്മസ് കോമ്പിനേഷനാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ. ആ ഒരു റെഡ് കളർ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ക്രിസ്മസിനൊക്കെ പള്ളിയിലൊക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു ഡിസൈൻ ആയിരിക്കും, സാരി ആയിരിക്കും. നല്ലൊരു എലഗൻ്റ് ആയിട്ട് റിച്ച് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെ ഈ ഒരു സാരി തരും. റൈറ്റ് ലെഗ് പോർഷനിലാണ് നമ്മൾ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനത്തെ റണ്ണിങ് ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെർട്ടിക്കലായിട്ടൊക്കെ കൊടുത്താൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ഈ ബോർഡറിൽ കൂടെ പോകുന്നത് പോലെ തന്നെ 2 ഡിസൈൻ ഉണ്ട് റൈറ്റ് ലെഗ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ 2 ഫേസ് ചെയ്യുന്ന പോലെ 2 രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്യുന്ന പോലത്തെ 2 റോസസാണ് നമ്മളിതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഈ ഒരു സാരിയിൽ നമ്മൾ ഇതുപോലത്തെ 10 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഉടുത്ത് വരുമ്പോൾ നമ്മൾ കവർ ചെയ്യുന്ന, അതായത് കാണുന്ന ആ ഭാഗം ഭാഗങ്ങളിലെല്ലാം ഫ്ലവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നിറച്ചും ഫ്ലവേഴ്സ് ഉള്ള ഒരു സാരി തന്നെയാണിത്. അപ്പോൾ ഇത് ഉടുത്ത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്.
ഈ ഡിസൈനിൽ നമ്മൾ 6 strands ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഫ്ലവർ ആണെങ്കിലും ലീഫ് ആണെങ്കിലും ഒക്കെ ഇരിക്കുന്നത്. അതും ഈ സാരിക്ക് ഒരു നല്ല ഹൈലൈറ്റ് കൊടുക്കുന്നുണ്ട്. തിക്കായിട്ട് തന്നെ ആ ഫ്ലവേഴ്സ് നമുക്ക് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് തന്നെ ഈ ഫ്ലവേഴ്സ് നമുക്ക് ഈ ഒരു സാരിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാരി മൊത്തത്തിൽ ഉടുത്ത് വരുമ്പോഴത്തേനും ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു ഹൈലൈറ്റ് നല്ല ഭംഗിയായിട്ട് ഈ ഒരു ഓഫ് വൈറ്റ് മെറൂൺ ഷെയ്ഡ് നല്ലതായിട്ട് കാണാനായിട്ട് നല്ലൊരു എലഗൻ ലുക്കായിരിക്കും ഈ ഒരു സാരിക്ക്. അപ്പൊ ഈ സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഞാൻ ഇനി മുമ്പോട്ടുള്ള വീഡിയോസിൽ ഇതുപോലത്തെ പുതിയ ക്രോസ് സ്റ്റിച്ച് ഡിസൈൻസും അല്ലാതെ മറ്റു ഡിസൈൻസും ഒക്കെ പുതിയ ഡിസൈൻസ് ഒക്കെ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കാം. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പുതിയ ഡിസൈൻസ് ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് ഒത്തിരിയും റിപ്പീറ്റ് ഓർഡേഴ്സ് ഒക്കെ വരുന്നത് കൊണ്ടാണ് നമുക്ക് വീഡിയോയിൽ ലാഗ് വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് സെയിം ഡിസൈനും സെയിം കളർ കോമ്പിനേഷനും ഒക്കെ തന്നെ പിന്നെ റിപ്പീറ്റ് വരുമ്പോഴത്തേനും നമുക്കത് പിന്നെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. പിന്നെ കളർ കോമ്പിനേഷൻ ഡിഫറൻസ് വരുമ്പോഴൊക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ വീഡിയോയിൽ വീണ്ടും കാണിക്കാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് പുതിയ ഡിസൈൻസ് ചെയ്യാനായിട്ടൊരു താമസവും വരുന്നത് അതുകൊണ്ടാണ്. കാരണം ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസൈൻസ് തന്നെയാണ് കസ്റ്റമേഴ്സ് നമ്മളോട് വീണ്ടും അത് തന്നെ ചെയ്തു തരാനായിട്ട് അവർ ആവശ്യപ്പെടാറ്. അതുകൊണ്ടാണ്. എന്നാലും ഞാൻ മാക്സിമം ഇനി പുതിയ ഡിസൈൻസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അതുപോലെ ഞാൻ ഓൾറെഡി നേരത്തെ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തായിരുന്നു, കുറച്ച് പേരൊക്കെ എന്നോട് ഓരോ സ്റ്റിച്ചൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ അതും ഇനി ഞാൻ മുമ്പോട്ടുള്ള വീഡിയോസിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് ഒരു 2-3 പാർട്ടായിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് എംബ്രോയിഡറി സ്റ്റിച്ചസും പാറ്റേൺസും ഒക്കെ കാണിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എന്നാലും മാക്സിമം അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങളും പുതുതായിട്ടൊക്കെ എംബ്രോയിഡറീസ് ഒക്കെ ചെറുതായിട്ട് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കണം. ശരിക്കും നമുക്ക് നല്ലൊരു നമ്മുടെ ഡ്രസ്സിനെ നമുക്ക് കൂടുതലായിട്ട് ഭംഗിയാക്കുമ്പോഴത്തേനും നമുക്കും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എല്ലാവരും ചെറിയ രീതിയിലാണെങ്കിലും ചെറിയൊരു ഫ്രീ ടൈമിൽ ഒരു ഹോബി ആയിട്ടോ അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ എന്താണെങ്കിലും നെക്സ്റ്റ് വീഡിയോസിൽ ബേസിക് ആയിട്ടുള്ള എംബ്രോയിഡറി സ്റ്റിച്ചസ് ഒക്കെ കാണിക്കാനായിട്ട് ആണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഇതുപോലത്തെ പുതിയ വീഡിയോസും പുതിയ വർക്കും ഒക്കെ കാണാൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നേരത്തെ വീഡിയോയിൽ തന്നെ. ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും എംബ്രോയിഡറി ഡിസൈൻസും എംബ്രോയിഡറി വർക്ക് ചെയ്ത സാരീസും സൽവാസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.